ഡാ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു ട്രിപ്പർ ലോറി വന്ന് നിന്റെ കാർ ഇടിച്ച് പൊടിയാക്കി. അത് ഞാൻ ആ സതീഷിനെ വിളിച്ച് പറഞ്ഞു. അവൻ കൊണ്ടുപോയിട്ടുണ്ട്. നീ വാ. ആദ്യം ഒന്ന് പുച്ഛിച്ചു ശിവനെ. അവന്റെ കൈ തട്ടി മാറ്റി. ആ കാറ് പോയെങ്കിൽ ഈ ആദിക്ക് പുല്ല. എന്നെ വിട്. എനിക്കൊരു കുഴപ്പമില്ല. പെട്ടെന്ന് എന്തോ ഓർത്തപ്പോൾ അവിടെ നിന്ന് വേഗത്തിൽ നടക്കാൻ തുടങ്ങി ആദി. ആദി, മരുന്ന് എന്റെ ആൾ അവിടെ എത്തിച്ചിട്ടുണ്ട്. നീ അവിടെ നിൽക്ക്. ശിവൻ വിളിച്ചു പറഞ്ഞെങ്കിലും ആദ്യം ഒന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല. പെട്ടെന്ന് ആദിയുടെ വേഗത കുറഞ്ഞു വന്നു. കാലുകൾ കുഴയാൻ തുടങ്ങി. അവന്റെ കണ്ണുകളിൽ ഇരുട്ട് കയറാൻ തുടങ്ങി. അവൻ തലകറങ്ങി നിലത്തേക്ക് വീണു. ആദി! ശിവനും വൈശാഖും അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. സർ, ഒറ്റയ്ക്കാണോ വന്നേ? സത്യം വന്നില്ലേ? ഇല്ല. എന്തായാലും നാളെ മുതൽ അവൾ ഓഫീസിൽ വരും. അപ്പോ ഇനി നാളെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് കരുതി. അച്ഛനെ ഇപ്പൊ ഐസിയുലേക്ക് കയറ്റി കുറച്ചു നേരത്തെ വന്നിരുന്നേൽ കാണാമായിരുന്നു. ജെയിംസ് അവിടെ നിന്നപ്പോഴാണ് അവിടേക്ക് മധ്യവയസ്കയായ ഒരു ഉമ്മ വീൽ ചെയറും പിടിച്ചു വരുന്നത് കണ്ടത്. അവൻ വീൽ ചെയറിൽ ഇരിക്കുന്ന ആളെ നോക്കി. രണ്ട് കാലുകളുമില്ല. ആകെ മെലിഞ്ഞൊട്ടിയ ഒരു രൂപം. കണ്ണ് ചിമ്മുന്നത് ജീവനുണ്ടെന്ന് പറയാം. മോളെ, ആരാ ഇത്? ഇത് ഞങ്ങളുടെ ഓഫീസിലെ MD-യാ ഉമ്മ. ആ, മോൻ സത്യയുടെ അച്ഛനെ കാണണം വന്നതാണോ? അതെ ഉമ്മ. ഇത് സീനുവിന്റെ ഉപ്പയാണോ? പെട്ടെന്നുള്ള അവന്റെ ആ വിളി കേട്ടതും സീനു ഞെട്ടി ഉമ്മാനെ നോക്കി. അപ്പോഴാണ് അവൻ എന്താ പറഞ്ഞതെന്ന് ഓർമ്മ വന്നത്. അത് പിന്നെ സത്യ, സീനു സീനു എന്ന് പറയുന്നത് കേട്ടപ്പോ അറിയാതെ. എന്താ മോന്റെ പേര്? ജെയിംസ് ഒരു ചമ്മലോടെ പറഞ്ഞു. വീട്ടിൽ ആരൊക്കെയുണ്ട്? പതിഞ്ഞ ശബ്ദത്തിൽ സീനുവിന്റെ ഉപ്പ ചോദിച്ചു. എന്റെ പേര് ജെയിംസ്. പിന്നെ ബന്ധുക്കൾ എന്ന് പറയാൻ എനിക്ക് ആരുമില്ല. എനിക്കെല്ലാം ആദിയാ. ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അല്ല, ആരാ ഈ ആദി? അത് സത്യയുടെ ഭർത്താവാ ഉമ്മ. അവന്റെ പേരാണോ ആദി? മോനെ ഒന്ന് കാണണമെന്ന് ഞങ്ങൾക്ക് നല്ല ആഗ്രഹമുണ്ട്. സത്യമോളുടെ കൂടെ ഒന്ന് വരായിരുന്നു. പിന്നെ സൽക്കരിക്കാനുള്ള സൗകര്യമൊന്നും ഞങ്ങളുടെ വീട്ടിലില്ല. ഉമ്മ, ആദി സാറൊക്കെ വലിയ ആളാ. നമുക്കൊന്നും കാണാൻ കഴിയില്ല. അവളുടെ ഉമ്മയുടെ ചെവിയിൽ പോയി പറഞ്ഞു സീനു. എന്താ അവള് നിന്നോട് പറയണേ? ഇവള് ചുമ്മാ ഒരു ഭ്രാന്ത് പറയാ, അല്ലാതെ എന്താ? ഉമ്മ അവളെ നോക്കി പറഞ്ഞു. ജെയിംസ് ഒന്ന് ചിരിച്ചു. ഉപ്പാക്ക് ഇപ്പോ എങ്ങനെയുണ്ട്? മരുന്നൊക്കെ സമയത്തിന് വാങ്ങി കഴിക്കുന്നില്ലേ? വെറുതെ ഓരോന്ന് പറഞ്ഞ് ഡോക്ടർ തരും വലിയ വലിയ ഗുളിക. ഇവളോട് ഞാൻ പറയും ഒന്നും വേണ്ടെന്ന്, കേൾക്കില്ല. അതുകൊണ്ടല്ലേ ഇപ്പൊ ഇവളും ജോലിക്ക് പോകേണ്ടി വരുന്നേ. മരിക്കാൻ എനിക്കൊരു പേടിയില്ല. എന്നാ എന്റെ കുട്ടീനെ അവൾ പൊന്നുപോലും നോക്കുന്ന ഒരാളെ കയ്യിൽ ഏൽപ്പിക്കാതെ. ബാക്കി പറയാൻ കഴിയാതെ ആ ഉപ്പയുടെ കണ്ണൊക്കെ നിറഞ്ഞു. അത് കണ്ടു നിന്ന് സീനുവിന്റെ കണ്ണുകളും നിറഞ്ഞു വന്നു. ഏയ്, ഉപ്പ വിഷമിക്കാതെ. ഒന്നുമില്ല, എല്ലാം ശരിയാകും. ജെയിംസ് ഉപ്പാനെ ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. അസീന എന്നാ, ഞാൻ പോവാ. താൻ എന്റെ കൂടെ ഒന്ന് വരുവോ? ജെയിംസ് അത് പറഞ്ഞ് മുന്നിലേക്ക് നടന്നു. സീനുവും പുറകെ നടന്നു. നടക്കുന്നതിനിടയിൽ ഇരുവരുടെയും ഇടയിൽ മൗനമായിരുന്നു. ജെയിംസ് പുറത്തിറങ്ങി കാറിന്റെ അടുത്ത് വരെ വന്നു. അസീന, താൻ MCOM വരെ പഠിച്ചിട്ടില്ലേ? തനിക്ക് ഞാൻ സൂപ്പർവൈസറിൽ നിന്നും അക്കൗണ്ടന്റായി ഓഫീസിൽ ഒരു പോസ്റ്റ് തരാം. താൻ ഉമ്മാനോട് പണിക്കൊന്നും പോണ്ട എന്ന് പറഞ്ഞേക്ക്. ജെയിംസ് പറഞ്ഞപ്പോ സീനു ഞെട്ടി ജെയിംസിനെ നോക്കി. ഉമ്മയും ജോലിക്ക് പോയ പിന്നെ നിന്റെ ഉപ്പ അവിടെ ഒറ്റയ്ക്കല്ലേ? ഇങ്ങനെ വീട്ടിൽ തനിച്ച് നിൽക്കുമ്പോൾ തന്നെ അസുഖം കൂടും. ഉമ്മയും കൂടെ ഉണ്ടെങ്കിൽ ആ പാവത്തിന് ഒരു ആശ്വാസമാകും. ഞാൻ എന്തായാലും തന്റെ പോസ്റ്റ് ചേഞ്ച് ചെയ്യാനുള്ള ഏർപ്പാട് നോക്കാം. അവളെ ഒന്ന് നോക്കി ജെയിംസ്. അവന്റെ പോക്കറ്റിൽ നിന്ന് കുറച്ച് ക്യാഷ് എടുത്ത് അവൾക്ക് നേരെ നീട്ടി. സീനു ഞെട്ടി ജെയിംസിനെ നോക്കി. എനിക്കറിയാം നിന്റെ സാലറി കൊണ്ട് ഒന്നും ആകുന്നില്ലെന്ന്. ഇത് കയ്യിൽ വെച്ചോ. വേണ്ട സാറേ, ഇത് തരാനുള്ള മനസ്സ് കാണിച്ചല്ലോ, സന്തോഷം. പിന്നെ അവിടുന്ന് വേഗം അവൾ തിരിഞ്ഞു നടന്നു. ജെയിംസ് അവൾ കണ്ണിൽ നിന്ന് മായുന്നതുവരെ നോക്കി നിന്നു. പതിയെ കണ്ണു തുറന്നു. ആദ്യം കാണുന്നത് കറങ്ങുന്ന ഫാനാണ്. അവൻ ചുറ്റിനും ഒന്ന് നോക്കി. അപ്പോ കണ്ടു അടുത്തുള്ള കസേരയിൽ ഇരിപ്പുണ്ട് കപ്പലണ്ടി തിന്നുന്ന വൈശാഖിനെ. ആദ്യം അവനെ നോക്കി പുച്ഛിച്ച് ബെഡിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. ഓ, എഴുന്നേറ്റോ? അവിടെ തന്നെ കിടന്നോ എന്ന് പറയാനുള്ള കുഴപ്പമൊന്നുമില്ല തലയ്ക്ക്. ഒരു ചെറിയ മുറിവ്, കുറച്ച് ബ്ലഡ് പോയി. പേടിക്കണ്ട. നിനക്ക് ആദിശങ്കറിന്റെ രക്തമായതുകൊണ്ട് ഞാൻ തന്നിട്ടുണ്ട്. ആദി ഒന്നും വേണ്ടാതെ അവനെ തന്നെ നോക്കി നിന്നു. കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം ആദി തുടർന്നു. നിന്റെ തന്തയ്ക്ക് വല്ല സംശയം തോന്നിയോ ഇന്നലത്തെ അടി കണ്ട്? ഇല്ല. എന്റെ അമ്മോ, ഒടുക്കത്തെ അടിയായിരുന്നില്ലേ? എനിക്ക് തിരിച്ചു തരാൻ ഒരു ചാൻസ് നീ തന്നോ? ആദി അവനെ നോക്കി ചിരിച്ചു. പെട്ടെന്ന് തന്നെ അവന്റെ മുഖഭാവം മാറി. അവൻ വൈശാഖിനെ നോക്കി. ഇന്നലെ അവിടെ എന്താ ഉണ്ടായേ? സത്യക്ക് എന്താ പെട്ടെന്ന് പറ്റിയത്? വൈശാഖ് ആദ്യം നോക്കി നടന്നൊക്കെ പറഞ്ഞു. അതെല്ലാം കേട്ട് ആദിയുടെ മുഖം ദേഷ്യം കൊണ്ട് വന്നി മുറുകി. ദേഷ്യം കൊണ്ടൊന്നും അവൻ നന്നാവില്ല, എനിക്കറിയാം. എന്നാലും ഞാൻ എല്ലാം അറിയുന്നുണ്ടെന്ന് അവൻ അറിയാൻ വേണ്ടിയാ ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്റെ അച്ഛനും അമ്മയും ജെയിംസിന്റെ കുടുംബവും മരിക്കാൻ കാരണം അവരാണെന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നെ ഞാൻ അവരെ വെറുതെ വിടില്ല. എന്റെ ചോരക്കൊതി മാറാത്ത പച്ചമാംസത്തോടുള്ള ആർത്തി മാറാത്ത മുതലകൾക്കുള്ളതാവും രണ്ടിന്റെയും ശരീരം. നിന്റെ അച്ഛനും അനിയനും ആയതുകൊണ്ട് നിനക്ക് വല്ല എതിർപ്പുമുണ്ടോ? ഉണ്ടെങ്കിൽ എനിക്കൊരു ചുക്കുമില്ല. രണ്ടിനെ ഞാൻ അവിടെ തീറ്റിപ്പോരുന്നത് തന്നെ അത് അറിയാൻ വേണ്ടിയാ. ഞാൻ അയാളുടെ മകനായ അയാൾ അംഗീകരിച്ചിട്ട് പോലും ഇല്ല. എന്നാലും പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, എങ്ങനെ അയാളെപ്പോലെ ഒരുത്തന് ഞാൻ എങ്ങനെ ഉണ്ടായെന്ന്.
പിന്നെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നത്. എന്റെ അബിയെയും അവന്റെ പെങ്ങളെയും കൊന്നതിന്. ഈ ലോകത്ത് ഞാൻ അല്ലാതെ വേറെ ആരും ഉണ്ടായിരുന്നില്ല അവന്. എന്റെ അശ്രദ്ധ കൊണ്ട് അവന്റെ പെങ്ങളെ അവർ പിച്ചു ചീന്തിയത്. വെറുതെ വിടില്ല ഞാൻ അവനെ. എന്റെ അനിയനാണെന്ന ഒരുപാട് സ്ത്രീകളുടെ ക്ഷാപം തലയിൽ വാങ്ങിക്കൂട്ടിയവൻ അവൻ. ജീവിക്കാൻ അവന് ഇനി അർഹതയില്ല. ആദി വൈശാഖ് പറഞ്ഞു കേട്ട് അവനെ തന്നെ നോക്കി നിന്നു. ഇന്ന് വന്ന ആ ഗുണ്ടകൾ എനിക്കുള്ളതാണോ അതോ നിനക്കുള്ളതോ? അത് നമുക്ക് രണ്ടുപേർക്കുള്ളതാ ആദി. ആ ലോറിയുടെ നമ്പർ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ശിവനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവൻ നോക്കിക്കോളും. എന്നാലും ആ ലോറി എവിടെയോ കണ്ടതുപോലെ തോന്നുക എനിക്ക്. പക്ഷേ എവിടെയാണെന്ന് മാത്രം ഓർമ്മ വരുന്നില്ല. അവർ സംസാരിച്ചിരുന്നപ്പോഴേക്കും അവിടേക്ക് ഡോക്ടർ വന്നു. ആദിയുടെ മുറിവ് അയച്ച് മരുന്നൊക്കെ പുരട്ടി ഡ്രസ് ചെയ്തു. 2 ദിവസം തല നനച്ച് കുളിക്കേണ്ട. പിന്നെ വേദനയ്ക്കുള്ള ടാബ്ലറ്റ് എഴുതുന്നുണ്ട്. അത് മുടങ്ങാതെ കഴിക്കണം. 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ ബാൻഡേജ് ഇട്ടാൽ മതി. അപ്പോ ശരി. ഡോക്ടർ പറയുന്നതൊക്കെ ആദ്യം വലിയ ഭാവവ്യത്യാസമില്ലാതെ കേട്ടു നിന്നു. അവരവിടെ നിന്ന് ക്യാഷ് അടിച്ചിറങ്ങി. സത്യയുടെ അടുത്ത് ആരാ? ശിവനോട് ഞാൻ അവിടെ നിൽക്കാൻ പറഞ്ഞിരുന്നു. എന്നെ കണ്ടാൽ വീണ്ടും പേടിച്ച് അസുഖം വരുത്തണ്ടെന്ന് കരുതി. ഉം വെള്ളത്തിൽ കിടക്കുന്നത് പോലെ തോന്നിയാണ് സത്യ കണ്ണ തുറന്ന്. അവൾ ചുറ്റിനും നോക്കി. ആകെ വിയർത്ത് കുളിച്ചാണ് കിടക്കുന്നത്. എഴുന്നേൽക്കാൻ നോക്കിയതും കയ്യിൽ വേദന കയറുന്ന പോലെ തോന്നി. അവൾ നോക്കി. കയ്യിൽ ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോഴാണ് അവൾ ഹോസ്പിറ്റലാണെന്ന് അവൾക്ക് ബോധം വന്നത്. അവൾ അവിടെ ആകെ നോക്കി. ഒരു മിനി വാർഡാണത്. അപ്പുറത്തായി 2 ബെഡ് കൂടിയുണ്ട്. പെട്ടെന്ന് തന്നെ ഒരു തെർമോമീറ്ററുമായി അവിടേക്ക് നഴ്സ് വന്നു. ആഹാ, ഉണർന്നോ? ഇന്നലെ രാത്രി ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല പനിയായിരുന്നു. സത്യ അതിനൊന്ന് ചിരിച്ചു കൊടുത്തു. പനി ഇപ്പോ വിട്ടിട്ടുണ്ട്. ഈ ട്രിപ്പ് ഇട്ടത് ഇപ്പൊ കഴിയും. അത് കഴിഞ്ഞ് ബാത്റൂമിൽ പോയി ചായ കുടിച്ചോളൂ. പോകാനെന്ന നഴ്സിനെ സത്യ വിളിച്ചു. ഉം പുറത്ത് ആരെങ്കിലും ഉണ്ടോ? ആരാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഭർത്താവായിരുന്നു ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പിന്നെ ഡോക്ടർ കുറച്ച് മരുന്നൊക്കെ വാങ്ങാൻ വേണ്ടി പറഞ്ഞിരുന്നു. പിന്നെ ഇങ്ങോട്ട് കണ്ടിട്ടില്ല. മരുന്നൊക്കെ പിന്നെ വേറെ ആളാ എത്തിച്ചത്. നഴ്സ് അതും പറഞ്ഞ് അവിടെ നിന്ന് പോയി. ഉം സത്യ ഒന്ന് മൂളി. നഴ്സ് അവളെ നോക്കി ചിരിച്ച് അവിടെ നിന്നും പോയി. അല്ലെങ്കിൽ തന്നെ ഞാൻ ആരാ? എന്നെ ഇവിടെ ആക്കി കടമ കഴിച്ചല്ലോ. എനിക്കിപ്പോ എങ്ങനെയായാലും എന്താ? സത്യ തനിയെ ഓരോന്ന് പറഞ്ഞ് പിറുപിറുത്തു. പെട്ടെന്ന് ആരാ അവളുടെ അടുത്ത് വന്നതും അവളൊന്ന് ഞെട്ടി. അയ്യോ മോളെ പേടിക്കണ്ട. ഞാൻ ശിവൻ. ഈ നാട്ടിലെ ഒരു സാമൂഹ്യ പ്രവർത്തകനാണെന്ന് കൂട്ടിക്കോ. ആദ്യം എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. അത് പിന്നെ ടൗണിൽ വെച്ച് ആദിക്ക് ചെറിയ ആക്സിഡന്റ്. അയ്യോ, ആദ്യേട്ടന് എന്താ പറ്റിയത്? പേടിക്കാനൊന്നുമില്ല. കുറച്ച് ഗുണ്ടകൾ അവരെ ആക്രമിക്കാൻ നോക്കി. ആദിയുടെ തലയ്ക്ക് ഒരു അടി കിട്ടിയിരുന്നു. ഒരു ചെറിയ മുറിവാ. പേടിക്കാനൊന്നുമില്ല. എന്നെ വിളിച്ചിരുന്നു ഇപ്പോ. അവരിങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഉം സത്യ പിന്നെ അവനോടൊന്നും മിണ്ടാൻ പോയില്ല. കുറച്ചു നേരം അവനൊന്നും മിണ്ടാതിരുന്നു. ട്രിപ്പ് കഴിയുന്നതും ശിവൻ നഴ്സിനെ വിളിച്ചു. അത് അഴിച്ചു. സത്യ അവിടെ നിന്ന് പതിയെ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോയി. ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നതും ബെഡിലിരിക്കുന്ന ആദ്യം കണ്ട് അവളൊന്ന് ഞെട്ടി. അവരെ നെറ്റിയിലുള്ള കെട്ട് കണ്ടതും അവൾക്ക് സങ്കടം വന്നു. അടുത്തു പോയി ചോദിക്കണമെന്നുണ്ടെങ്കിലും എന്തോ അവളെ പുറകോട്ട് തന്നെ വലിച്ചു. ആദി കണ്ണു തുറന്നും ബാത്റൂമിന്റെ ഡോറിന് മുന്നിൽ അവനെ തന്നെ നോക്കി നിൽക്കുന്ന സത്യയെയാണ് കണ്ടത്. ഇരുവരും കുറച്ചു നേരം മുഖത്തോട് മുഖം നോക്കി നിന്നു. പെട്ടെന്ന് തന്നെ സത്യ മുഖം തിരിച്ചപ്പോഴാണ് അവൻ അവളെ നോക്കിയിരിക്കണമെന്ന് അവന് ബോധം വന്നത്. അവൻ വേഗം വേറെ എങ്ങോട്ട് നോട്ടം മാറ്റി. ആഹാ, ഇത് കൊള്ളാം. അവൾ അവിടെ നിർത്തി നീ കേറി കിടക്കാൻ തുടങ്ങിയോ? അവിടേക്ക് വന്ന വൈശാഖനെ കണ്ടതും സത്യ പേടിച്ച് ആദിയുടെ അടുത്ത് പോയിരുന്നു. അവന്റെ കൈ മുറുകെ പിടിച്ചു. അവളുടെ ആ പ്രവൃത്തി കണ്ടതും ആദി ഞെട്ടി അവളെ നോക്കി. വൈശാഖ് അവളെ ഒന്ന് നോക്കി ചിരിച്ചു. അവന്റെ കയ്യിലുള്ള ഒരു ഗ്ലാസ് ചായയും പെന്നും സത്യക്ക് നേരെ നീട്ടി. അവൾ ആദിയെ ഒന്ന് നോക്കി. അയ്യോ കൊച്ചേ, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. ഞാൻ വൈശാഖാണ്, വൈഷ്ണവല്ല. ഇത് വാങ്ങിക്കോ. സത്യ അവന്റെ മുഖത്ത് നോക്കി ചിരിക്കാൻ ശ്രമിച്ചു. എന്നിട്ട് അത് വാങ്ങി. ആദിയും വൈശാഖും എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. അവൾ അവരെ തന്നെ അത്ഭുതത്തോട് നോക്കി നിന്നു. എന്റെ ദേവിയെ, ഇയാളല്ലേ ഈ കാലമാടൻ ഇന്നലെ ചവിട്ടിക്കൂട്ടിയത്? ഇപ്പോ ഒപ്പം ഇരുത്തി കൊച്ചു വർത്തമാനം പറയുന്നു. കുറച്ചു കഴിഞ്ഞും ഡോക്ടർ വന്ന് സത്യയെ പരിശോധിച്ചു. ഇന്ന് പോയിക്കോളൂ. പിന്നെ ലൈറ്റ് ആയിട്ട് വല്ലതും കഴിച്ചാൽ മതി. പനി വരുന്നുണ്ടെന്ന് തോന്നിയാൽ അപ്പൊ ഒരു ടാബ്ലറ്റ് എടുത്ത് കഴിക്കാം. എന്നാ ശരി. അവർ അവിടെ നിന്ന് ഇറങ്ങി കാറിൽ കയറുന്നപ്പോഴാണ് സത്യക്ക് അച്ഛന്റെ സർജറി കഴിഞ്ഞ ഓർമ്മ വന്നത്. അവൾക്ക് അവളുടെ അച്ഛനെ കാണണമെന്ന് ആഗ്രഹം തോന്നി. അവൾക്ക് ആദ്യയോട് പറയാൻ പേടി തോന്നിയെങ്കിലും അവൾ രണ്ടും കൽപ്പിച്ച് ആദ്യയെ വിളിച്ചു. ആദ്യേട്ടാ, എന്താ? എനിക്ക് എന്റെ അച്ഛനെ കാണണം. എന്നെ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് ആക്കി തരുമോ? ഈ വയ്യാത്തോടത്ത് നീ ഇപ്പൊ എങ്ങോട്ട് പോണ്ട. കുറച്ച് ദേഷ്യത്തിൽ ആദ്യം പറഞ്ഞു കേട്ട് അവൾ പേടിച്ച് തല താഴ്ത്തി കണ്ണൊക്കെ നിറച്ച് അവൾ വീണ്ടും അവനെ നോക്കി. എനിക്ക് എന്റെ അച്ഛനെ കാണണം. എനിക്കൊരു കുഴപ്പമില്ല. അവൾ പറയുന്നത് കേട്ട് ആദ്യം ദേഷ്യത്തിൽ അവളെ തിരിഞ്ഞു നോക്കി. അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും അവനൊന്നും മിണ്ടാ തിരിഞ്ഞു നിന്നു. ആദി കുറച്ചായില്ലേ അവൾ അവളുടെ അച്ഛനെ കണ്ടിട്ട്. ഇന്ന് അവൾ അവളുടെ അച്ഛന്റെ അടുത്ത് നിന്നോട്ടെ. ആദ്യം അവനെയും സത്യയെയും ഒന്ന് നോക്കി. പിന്നെ ഒന്നും മിണ്ടാതെ കാർ ഹോസ്പിറ്റലിലേക്ക് വിട്ടു. കാന്റീനിൽ നിന്ന് ഡോക്ടർ നിർത്തിയ ചേച്ചിക്കും അവൾക്കുമുള്ള ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങി വരികയായിരുന്നു സീനു. ഐസിയുവിന്റെ മുന്നിൽ എത്തിയതും അവളൊന്ന് ഞെട്ടി.
പട്ടുസാരിയും ശരീരം മുഴുവൻ ആഭരണങ്ങളും അണിഞ്ഞൊരു സ്ത്രീ. അവരെ കണ്ടതും സീനൊന്ന് ഉമിനീറക്കി. അവൾ പതിയെ അടുത്തേക്ക് പോയി വിളിച്ചു, ചിത്ര ആന്റി. സീനു വിളിച്ചതും ആ സ്ത്രീ തിരിഞ്ഞു നോക്കി. ദേഷ്യത്തോടെ നോക്കുന്ന അവരുടെ ചുവന്ന കണ്ണുകൾ കണ്ടതും സീനൊന്ന് വിറച്ചു. നീ എന്താടി ഇവിടെ? സത്യ എവിടെ? ആന്റി, അത് പിന്നെ സത്യ. ഥു, നിർത്തടി. ആരാ നിന്റെ ആന്റി? ഡു യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഷുഡ് കോൾ മീ മാഡം? ഇനി നിന്റെ നാവിൽ നിന്നും ആന്റി എന്നങ്ങനെ വിളിച്ച സോറി. ആ മാഡം, തല താഴ്ത്തി പറഞ്ഞു സീനു. സത്യ എവിടെ? എനിക്ക് കാണേണ്ടത് അവളെയാ. അത് പിന്നെ അവള് ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി പുറത്തു പോയേക്കാ. നാശം, എന്റെ ഏട്ടനേക്കാൾ എന്താ ആവശ്യം അവൾക്ക്? എനിക്ക് അവളെ കാണണം. എനിക്ക് അവളോട് കുറച്ച് ചോദിക്കാനുണ്ട്. അവൾ എപ്പോ വരും? അറിയില്ല മാഡം. ഇന്ന് രാത്രി ഞാൻ വരും. അപ്പോ അവളെ ഇവിടെ കണ്ടില്ലെങ്കിൽ പിന്നെ അവളെ ജോലിയുടെ കാര്യത്തിൽ തീരുമാനാക്കും. പറഞ്ഞേക്ക് കൂട്ടുകാരിയോട്. ചിത്ര സീനുവിനെ നോക്കി അവിടെ നിന്ന് ദേഷ്യത്തിൽ ഇറങ്ങിപ്പോയി. പടച്ചോനെ, ഈ മൂദേവി ഇപ്പൊ ദുബായിൽ നിന്ന് എന്തിനാ കെട്ടിയെടുത്തേ? ആങ്ങളെ ഇത്രയും കാലം വിട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. 10 രൂപ കൊടുത്ത് സഹായിച്ചിട്ടില്ല. എന്നിട്ടിപ്പോ എന്തിനാണാവോ കെട്ടിയെടുത്തത്? സീന അവർ പോയ വഴിക്ക് നോക്കി ആലോചിച്ചു. ആദിയുടെ കാർ ഹോസ്പിറ്റലിന് മുന്നിൽ വന്ന് നിർത്തി. ആദി സത്യയെ തിരിഞ്ഞു നോക്കി. വേഗം ഇറങ്ങ്. അത് എന്താ? ആദി, നിന്റെ അമ്മായിച്ചനെ നിനക്കൊന്ന് പോയി കണ്ടൂടെ? വൈശാഖ് ആദിയെ നോക്കി ചോദിച്ചു. സത്യ അവർ രണ്ടുപേരും നോക്കി കാറിൽ നിന്ന് ഇറങ്ങി. ആദി, നീ അവളെ കൂടെ ഒന്ന് പോയി വാ. വൈശാഖ് പറഞ്ഞു കേട്ട് ആദി സത്യയെ നോക്കി. അമ്മായിച്ചൻ, അയാളെ നിഴൽ കാണാൻ തന്നെ വെറുപ്പാ എനിക്ക്. എന്നാലും ഞാൻ കാണുന്നുണ്ട് അയാളൊരു ദിവസം. പക്ഷെ ഇപ്പോ ആ സമയം വന്നിട്ടില്ല. ആദ്യം അയാളൊന്ന് എഴുന്നേൽക്കട്ടെ. ആദി, നിങ്ങളോട് മുഖാമുഖം നോക്കി നിൽക്കാനല്ല പറഞ്ഞത്. പെട്ടെന്ന് ആദി വൈശാഖനെ തിരിഞ്ഞു നോക്കി. എനിക്കിപ്പോ ആരെയും കാണാൻ സമയമില്ല. അല്ലെങ്കിൽ തന്നെ 100 കൂട്ടം പണിയുണ്ട്. പിന്നെ അല്ലേ ഡി, നിനക്കല്ലേ അച്ഛനെ കാണാൻ മുട്ടി നിൽക്കുന്നേ? ആ വലതുഭാഗത്തെ നിൽക്കാതെ കേറി പോകാൻ നോക്ക്. അവളെ നോക്കി കടുപ്പിച്ചു പറഞ്ഞു. അവിടുന്ന് കാർ സ്റ്റാർട്ടാക്കി പോയി. ആദിയുടെ കാർ ഹോസ്പിറ്റലിന്റെ ഗേറ്റ് കടന്നു പോകുന്നത് വരെ അവൾ നോക്കി നിന്നു. അവൾ പോലും അറിയാതെ അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഇറ്റി വീണു. ആ കഴുതേ, അവൻ അവിടെ വെച്ച് തന്നെ തീരുമാനമായിരുന്നു അണ്ണാ. അപ്പോഴേക്കും ആ മറ്റവൻ അവിടെ വന്ന് അതാ ചി വായ മൂട നായെ. വൈഷ്ണവ് സർ, ഇനി എന്നെ ആയതാലും സൊൽവേൻ നെറ്റിലിരുന്ന് എനിക്ക് ഫോൺ ചെയ്യാൻ ആരംഭിട്ടാർ. ഇപ്പൊ തന്നെ സൊല്ലോ വേണ്ടും. എൻ സൊൽറേ ചൊല്ലാ അണ്ണാ, എനിക്ക് തെറിയാത്. പോടപ്പോ. അവന്റെ തലയ്ക്ക് മേടി അവിടെ നിന്ന് അവനെ ആട്ടി ദേഷ്യം തിന്ത്രിക്കാൻ കഴുതി. അവൻ അലറി, വിടമാട്ടെടാ വിടമാട്ടെ. ഉന്നെ എന്നുടെ കയ്യിൽ കിട്ടിയാൽ ഞാൻ തുണ്ടം തുണ്ടമായി അരിഞ്ഞിടുവേ. കൂട്ടാ, ഇന്നലെ മുതൽ നീ അവനെ വിളിക്കല്ലേ? എന്തായി? അത് തന്നെ അച്ഛൻ ഞാനും നോക്കുന്നേ. ഇന്നലെ തന്നെ കാര്യം കഴിഞ്ഞാൽ അവൻ വിളിക്കാമെന്ന് പറഞ്ഞ. എന്നിട്ടിപ്പോ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. അവൻ അവരുടെ കഥ തീർത്ത് കാണും മോനെ. ചിന്നത്തമ്പി ആളും എടുക്കനാ. നമ്മൾ ഒന്നുകൂടെ ടെൻഷൻ ആകണ്ട. എന്നാ അത് അവനൊന്ന് അറിയിച്ചൂടെ? അവൻ കാര്യം കഴിഞ്ഞ് എവിടെയെങ്കിലും കുറിച്ച് ബോധം പോയി കിടക്കുന്നുണ്ടാവും. നീ അത് വിട്ടേക്ക്. കുറച്ചു കഴിഞ്ഞാ ആ കിറുക്കൊക്കെ മാറി വിളിച്ചോളും. രണ്ടും തട്ടിപ്പോയി കാണും. വന്നിട്ടില്ലല്ലോ. പിന്നെ ആ സത്യം എവിടെ പോയി? അതിന് ഞാൻ എന്റെ ഗോഡൌണിലാക്കാൻ പറഞ്ഞതാ. അത് അവിടെ ആ ഹോസ്പിറ്റലിൽ തന്നെ കാണും. എന്തായാലും ചിന്നത്തമ്പി വിളിക്കട്ടെ. എന്നിട്ട് അതിനെ മാറ്റാം. അല്ലടാ, മായോട് എങ്ങനെ നമ്മൾ ആദ്യം പോയത് പറയും? ആദ്യം ഒരു പൊട്ടലും ചീറ്റലും ഒക്കെ കാണും. എന്നാലും പറയണം. എന്താ എന്നോട് പറയാനുള്ളത്? മായ വാതിൽക്കൽ നിൽക്കുന്നു. മായയെ കണ്ട വൈഷ്ണവും ശങ്കരനും ഒന്ന് പതറി. എന്താ അച്ഛാ? അച്ഛന്റെ മുഖത്ത് എന്തൊരു പതർച്ച? പിന്നെ ആദ്യം ശ്രീയേട്ടനെയും കാണാനില്ലല്ലോ. അവരെവിടെ? ശങ്കരൻ വൈഷ്ണവിനെ നോക്കി. എന്തോ പറയുന്നതും വൈഷ്ണവ് മായയെ അവന്റെ നേർക്ക് തിരിച്ചു. മോളെ, ഞാൻ പറയുന്ന നീ സമാധാനത്തോടെ കേൾക്കണം. ഇതൊക്കെ ദൈവത്തിന്റെ ഓരോ കളികളാ. അല്ലാതെ എന്ത് പറയാൻ? എന്ത് കളി? ചേട്ടൻ കാര്യം എന്താന്ന് പറ. എന്നിട്ട് ഞാൻ ആലോചിക്കാം ദൈവത്തിന്റെ കളിയാണോ അതോ വേറെ ആരുടെയും കളിയാണോ എന്ന്. അത് പിന്നെ ആദ്യം വൈശാഖും പോയി. എന്താ? എങ്ങോട്ട് പോയി? മോളെ, ഇന്നലെ രാത്രി ആദ്യം വൈശാഖും ഇവിടെ നിന്ന് പോയിരുന്നു. പിന്നെ ആ വണ്ടി ആക്സിഡന്റ് ആയി എന്നാ അറിയാൻ കഴിഞ്ഞത്. രണ്ടുപേരും പോയി മോളെ. നോ, ഇല്ല ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. ആദി, എന്റെ ആദി, ഇല്ല, ആദിക്കൊന്നും പറ്റിക്കാണില്ല. അങ്ങനെ ഒരു മരണത്തിന് ഞാൻ ആദ്യം വിട്ടുകൊടുക്കില്ല. ഇല്ല. ഒരു ഭ്രാന്തിയെ പോലെ അലർന്ന മായയെ കണ്ട് ശങ്കറിന് പേടി വരാൻ തുടങ്ങി. മോളെ, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നീ സമാധാനായിരിക്കുക. മിണ്ടരുത്. എനിക്കറിയാം, എല്ലാം എനിക്കറിയാം. നിങ്ങളല്ലേ കൊന്ത്. ശ്രീയേട്ടനെ കൊല്ലാൻ നിങ്ങൾ പദ്ധതി ഇട്ട് കാണും. അതിനിരയായത് എന്റെ ആദിയും. എനിക്കറിയാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എനിക്ക് എന്റെ ആദിയെ വേണം. ഇല്ലെങ്കിൽ എന്റെ ജഡമാകും നിങ്ങൾ കാണാൻ പോകുന്നത്. അതും പറഞ്ഞ അവൾ അവിടെ നിന്ന് ഉമ്മറത്തേക്ക് ഓടി. അവിടെ ഇരുന്നു. കണ്ണുകളൊക്കെ ചുവന്ന് ഭ്രാന്തിയെ പോലെ അവൾ അവിടെ ഇരുന്ന് ആർത്ത് നിലവിളിച്ചു. ആദി. അവളുടെ അലർച്ച കേട്ട് രുക്മിണിയും സുഭദ്രയും അങ്ങോട്ട് ഓടി വന്നു. മോളെ മായേ, എന്താ മോളെ? എന്തിനാ നീ നിലവിളിക്കുന്നേ? അമ്മ, ആദി പോയി അമ്മ. എന്റെ ആദി എന്നെ തനിച്ചാക്കി പോയി.
അമ്മ, ആദ്യം എനിക്ക് വേണം എന്റെ ആദ്യെ, ഇല്ലെങ്കിൽ ഞാനും പോകും അവന്റെ കൂടെ. എന്റെ ഈശ്വര, എന്റെ കുട്ടി എന്താ ഈ പറയണേ? എന്താ മോളെ, ആദ്യം എവിടെ പോയെന്നാ? രുക്മിണി, എന്താ ഇവള് പറയണേ? മോളെ മായേ, എന്താ മോളെ ഇത്? ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല കുട്ടി. അമ്മായി, ആദിയുടെ കാർ ആക്സിഡന്റ് ആയി, ആദ്യം നമ്മളെ വിട്ടുപോയി അമ്മായി. എന്താ? ആരാ നിന്നോട് ഇതൊക്കെ പറഞ്ഞത്? ആദ്യം ഇപ്പൊ എന്നെ വിളിച്ചിരുന്നു, സത്യമോൾക്ക് വയ്യാഞ്ഞിട്ട് ഇന്നലെ രാത്രി അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാ. ആദിയും ശ്രീമോനും രണ്ടുപേരും വരുന്നുണ്ടെന്ന് എന്നോട് ഇപ്പൊ വിളിച്ചു പറഞ്ഞു. മായ അത് കേട്ടത് ഞെട്ടി രുക്മിണിയെ നോക്കി. അവിടെ നിന്ന് എഴുന്നേറ്റു. എന്തോ പറയുന്നതും ഒരു ഇരമ്പലോടെ കിഴക്കേടത്ത് തറവാടിന്റെ ഗേറ്റ് കടന്ന് ഒരു BMW വന്നു നിന്നു. അതിൽ നിന്ന് ഇറങ്ങി വരുന്ന ആദിയെയും വൈശാഖിനെയും കണ്ട് മായ അത്ഭുതത്തോടെ നോക്കി നിന്നു. അവൾ ഉടനെ ആദി എന്നും വിളിച്ച് അവനെ കെട്ടിപ്പിടിക്കുന്നതും ആദ്യ അറപ്പോടെ അവളെ തള്ളി മാറ്റി. വിഷ്ണുമായ, കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോടി നിനക്ക്? ഞാൻ ഇന്നൊരു മറ്റൊരു പെണ്ണിന്റെ ഭർത്താവാ, എന്നിട്ടും വന്നൊട്ടാ നാണമില്ലടി. ആദി, ഇവളിവിടെ എന്തൊക്കെയാ കാണിച്ചു കൂട്ടി നിനക്കറിയോ? നിന്റെ വണ്ടി ആക്സിഡന്റ് ആയി ആദി പോയി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കരയായിരുന്നു. അത് കേട്ടതും ആദിയുടെയും വൈശാഖിന്റെ മുഖത്ത് ഒരുപോലെ പുച്ഛം നിറഞ്ഞു. ഇവൾക്കെന്താ വലിയ ദിവ്യശക്തി ഉണ്ടോ എനിക്ക് അപകടം പറ്റിയെന്ന് പ്രവചിക്കാൻ? അപ്പോഴേക്കും കാറിന്റെ ശബ്ദവും വൈഷ്ണവും വൈശാഖും ഉമ്മറത്തേക്ക് വന്നു. ആദിയെയും വൈശാഖിനെയും കണ്ട് അമ്പരന്നു. മായ അവരെ നോക്കി പുച്ഛിച്ച് ആദിയുടെ നേർക്ക് തിരിഞ്ഞു. ഇവരാ എന്നോട് പറഞ്ഞത് ആദിയേട്ടന് ആക്സിഡന്റ് പറ്റിയെന്ന്. ആദ്യം അവരെ നോക്കി അവരുടെ അടുത്തേക്ക് ചെന്നു. അപ്പോഴാണ് മായ ആദിയുടെ പിറകിലുള്ള കെട്ട് കണ്ടത്. ആദിയേട്ടാ, തലക്ക് എങ്ങനെയാ മുറിവ് പറ്റിയത്? മോനെ, നിന്റെ തലയ്ക്ക് എന്താ പറ്റിയേ? പിന്നെ നീ സത്യം കൊണ്ടല്ലേ പോയത്? എന്നിട്ട്